ഞാൻ അല്ല പദ്ധതി അല്ല അംഗീകരിച്ചത്. ഇത് പ്രോജക്റ്റ് ഇതിന് മുൻപ് ഒപ്പിട്ടതാണ്. അന്ന് ഈ കണ്ടീഷൻസ് ഇല്ല. കണ്ടീഷൻസ് പിന്നെയാണ് കൊണ്ടുവരുന്നത്. ആ കണ്ടീഷൻസിനെ ഒപ്പോസ് ചെയ്യാണ് ഞങ്ങൾ. ഈ പറയുന്ന നിബന്ധനകളെ ഒപ്പോസ് ചെയ്യാണ് എല്ലാ ഗവൺമെൻറ്റും. കാരണം AICC അതിൻ്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ ഒപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവരും ഒപ്പോസ് ചെയ്തു. അതുകൊണ്ടല്ലേ ഞങ്ങളിവിടെ ഒപ്പോസ് ചെയ്തത്. എല്ലാവരും ഒപ്പോസ് ചെയ്തു, എല്ലാവരും ചെയ്തത്. ഇപ്പോൾ കർണാടകത്തിലും തെലങ്കാനയിലും ചന്ദ്രശേഖർ റാവു സർക്കാർ വിവരമാണത് ഒപ്പുവെച്ചത്. ആ സമയത്ത് അതില്ല, അതിന് ശേഷമാണ് ഇത് വരുന്നത്. വന്നപ്പോൾ ഒപ്പോസ് ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്. CPM എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് CPM എങ്ങനെയാണ് നയം മാറ്റിയത്? എങ്ങനെ നയം മാറ്റി? എന്ന് നയം മാറ്റി? ഇപ്പോൾ ബേബി അവസാനവും പറഞ്ഞത് അതിനെ അംഗീകരിക്കില്ല എന്നാണ്. അപ്പോൾ ബേബിയെ പോലും അംഗീകരിക്കുന്നില്ല കേരളത്തിലെ ഗവൺമെൻറ്. അതാണ് കൃത്യം. ഇത്രയും ഇരുട്ടിൽ ബിനോയ് വിശ്വം പറഞ്ഞത് കറക്റ്റാണ്. ഇരുട്ടിലാണ് CPIയും മറ്റു ഘടകകക്ഷികളും. ആർക്കും അറിയില്ല ഇതെവിടെയാണ് തീരുമാനം എടുക്കുന്നത്. എവിടെയാണ് തീരുമാനം എടുക്കുന്നത്? എവിടെ വെച്ചാൽ തീരുമാനം എടുക്കുന്നത്? നിതിൻ ഗഡ്കരിയുടെ വീട്ടിൽ വെച്ചാണോ? നരേന്ദ്രമോദിയെ കാണുമ്പോഴാണോ തീരുമാനം എടുക്കുന്നത്? സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറന്നു എന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. കവാത്ത് മറന്നുപോയതാണോ കണ്ടപ്പോൾ? ഇത്ര അന്വേഷിച്ചാൽ മതി.